الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സർവ്വലോക സംരക്ഷകനും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട നിമിഷങ്ങൾ അതിവേഗം നമ്മളിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കടകരവും ഭയാനകവുമായ വാർത്തകളാണ് റമദാനിന്റെ പോലും ഓരോ പ്രഭാതങ്ങൾ പുലരുമ്പോഴും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളും കാര്യങ്ങളുമൊക്കെ ഏറെ മനുഷ്യരിൽ നിന്ന് അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായഭേദമന്യേ ലഹരിക്കും അതുപോലെ തന്നെ മ്യൂസിക് ബാൻഡുകൾക്കും സിനിമകൾക്കും ലിബറൽ ചിന്തകൾക്കുമൊക്കെ പല നിലയ്ക്കുള്ള വ്യത്യസ്ത അഡിഷനുകൾ മൂലം കേരളത്തിലെ കുടുംബ സാമൂഹിക രംഗങ്ങൾ കലാപഭൂമിയായിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂടെ പഠിക്കുന്ന സഹപാഠിയെ കൊന്ന് വളരെ ലാഘവത്തോടെയും നിർഭയത്വത്തോടുകൂടിയും അതിനുശേഷം പരസ്പരം സോഷ്യൽ മീഡിയയിൽ ചാറ്റ് നടത്തുന്ന വിദ്യാർത്ഥികളുടെ വാർത്തകൾ, അത് നമുക്ക് ലഭിക്കുന്ന സന്ദേശങ്ങൾ വളരെ ഭയാനകമാണ് എന്നത് നമുക്കറിയാം.
പുതുതലമുറയുടെ വലിയ ഒരു വിഭാഗം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ അപകടങ്ങളിലേക്കാണ് എന്ന് ഇത്തരം വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. കുട്ടികൾ തെറ്റ് ചെയ്താൽ അവർക്ക് ശിക്ഷാ നടപടികൾ എടുക്കുക എന്നിടത്ത് വീഴ്ചകൾ സംഭവിക്കുമ്പോൾ വലിയ തെറ്റുകളിലേക്കാണ് പിന്നീട് അവർ ചെന്നുപെടുക എന്നതും തെറ്റുകൾ ചെയ്യാനാണ് അവരെ പ്രേരിപ്പിക്കുന്നു എന്നതും ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോഴുള്ളത്. സഹോദരങ്ങളെ, ഇത്തരം അരാജകത്വത്തിലേക്കും ഇത്തരം അപകടങ്ങളിലേക്കും തിന്മകളിൽ നിന്നും ഈ സമുദായത്തെ, ഈ തലമുറയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിലെ നിയമസഭ പോലും നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമായ പരിശുദ്ധ റമദാനിൽ അവതീർണമായ മാനവമോചനത്തിന് സൃഷ്ടാവിന്റെ സന്ദേശമായി അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന് അതിന് പരിഹാരമായി വളരെ മുഖ്യമായും പറയാൻ പല കാര്യങ്ങളുമുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ചത് റമദാനിലാണ്. ഹുദൽ ലിന്നാസ് വബയ്യിനാതും മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കാനും മനുഷ്യനെ യഥാർത്ഥ മാർഗത്തിലേക്ക് നയിക്കാനും അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ പകച്ചു നിൽക്കുന്ന സമൂഹത്തോട്, വിശ്വാസികളോട് വിശുദ്ധ ഖുർആന് ചില കാര്യങ്ങൾ പറയാനുണ്ട്. മനുഷ്യനെ നേർമാർഗത്തിലേക്ക് നയിക്കാൻ, തിന്മകളിൽ നിന്ന് തിരിച്ചു വലിക്കാൻ, അധാർമികതയിൽ നിന്ന്, ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, മനുഷ്യനെ ഏറ്റവും ചൊവ്വായ പാതയിലേക്ക് വഴി നടത്തുന്നതാണ് ഖുർആൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ രക്ഷയിലേക്ക് ക്ഷണിക്കുമ്പോൾ ദുർമൂർത്തികൾ അല്ലെങ്കിൽ അധർമ്മകാരികൾ, അക്രമകാരികൾ മനുഷ്യരെ ഇരുട്ടിലേക്ക്, കുഴികളിലേക്ക് ചാടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. വല്ലാഹു വലി, അള്ളാഹു നിങ്ങളുടെ വലിയാണ്, അള്ളാഹു നിങ്ങളുടെ രക്ഷാധികാരിയാണ്. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾക്ക് അവർക്കുള്ള രക്ഷാധികാരിയാണ് റബ്ബ്. യുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, അള്ളാഹു അവരെ പുറത്തു കൊണ്ടുവരുന്നത്, അള്ളാഹു അവരെ നയിക്കുന്നത് ളുലുമാത്തിൽ നിന്ന് ഇലൻ നൂർ, പ്രകാശത്തിലേക്കാണ്, നന്മയിലേക്കാണ്. വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത്, എന്നാൽ അതിനെ നിഷേധിക്കുന്ന സത്യനിഷേധികളായ ആളുകളെ അവരുടെ വലിയായി, അവിടെ രക്ഷാധികാരികളായി അവർ സ്വീകരിച്ചിരിക്കുന്നത് താഗൂത്ത് അഥവാ ദുർമൂർത്തികളെയാണ് എന്ന് ഖുർആൻ. യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ളുലുമാത്ത്, ആ ദുർമൂർത്തികൾ അവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്, അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കാണ്. മിനൻ നൂരി ഇലൽ ളുലുമാത്ത് ഉലൈക അസ്ഹാബുൻ നാരി ഹും ഫീഹാ ഖാലിദൂൻ, അവർ നരകത്തിന്റെ വക്താക്കളാണ്, അവരവിടെ ശാശ്വതരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആനാണ് മനുഷ്യന്റെ മുഴുവൻ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമായി അള്ളാഹു നിർദ്ദേശിച്ച കാര്യം. ഖുർആനിലേക്ക് മടങ്ങുക, ഖുർആന്റെ മാസമാണ്, ആ ഖുർആനിലേക്ക് തിരിയുക എന്നതാണ് ഇതിനുള്ള പരിഹാരമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസത്തിൽ നമ്മൾ ഖുർആൻ പഠിക്കുകയും ഖുർആനിന്റെ സന്ദേശം മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബും മുബീൻ, വ്യക്തമായ ഒരു ഗ്രന്ഥം ഖദ് ജാഅകും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. സ്പഷ്ടമായ ഒരു വേദഗ്രന്ഥം, പ്രകാശത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശമായ ഗ്രന്ഥം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. യഹ്ദീ ബിഹില്ല, ഉള്ള പറയണം, അള്ളാഹു അതുകൊണ്ട് മാർഗദർശനം നൽകുന്നു. മനിത്തബഅ റിദ്വാനഹു സുബുലസ്സലാം, അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്ന, ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ ആ ഖുർആനിലൂടെ നടക്കാൻ, സഞ്ചരിക്കാൻ തീരുമാനിക്കുന്നവർക്ക് അള്ളാഹു അതുകൊണ്ട് മാർഗദർശനം നൽകും. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലൻ നൂർ, എന്തൊക്കെ അന്ധകാരങ്ങൾ നിങ്ങളുടെ ചുറ്റും വകഞ്ഞു കൂടിയാലും അതിനെ വകഞ്ഞു മാറ്റി പ്രകാശത്തിലേക്ക് സഞ്ചരിക്കാൻ അള്ളാഹു അതുകൊണ്ട് കാരണമാക്കും. ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം,
അള്ളാഹു അതുകൊണ്ട് തന്നെ അവരെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും അടിസ്ഥാന കാരണമായി പഠിപ്പിക്കപ്പെട്ട, ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലഹരിയും അതുപോലെ മ്യൂസിക്കും സിനിമകളും ചൂതാട്ടങ്ങളും അന്ധവിശ്വാസങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം, ഇതിനെക്കുറിച്ചെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റീസും മിൻ അമലി ശൈത്വാൻ. ഈ ചൂതാട്ടവും അതുപോലെ തന്നെ ലഹരിയും ഇത്തരം അധാർമികതകളുമെല്ലാം റിജ്സും മിൻ അമലി, ഇത് പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, അതുകൊണ്ട് നിങ്ങൾ അത് മുഴുവനും ഉപേക്ഷിക്കണം, അതിൽ നിന്ന് മാറി നിൽക്കണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിച്ചേക്കാം, നിങ്ങൾ വിജയികളുടെ കൂട്ടത്തിലാകാം. ഇന്നമാ യുരീദു ശൈത്വാനു യുഖിഅ ബൈനകും അൽഅദാവത വൽ ബഅദാ. ഈ പിശാച് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ലഹരിയും ഈ കള്ളും അതുപോലെ തന്നെ ഇത്തരം അധാർമിക പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് പിശാച് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുക എന്നതാണ്. ബന്ധങ്ങൾ ഇല്ലാതാക്കുകയാണ്, മാതാവിനെ തിരിച്ചറിയാതാവുകയാണ്, സഹോദരനെയും സഹോദരിയെയും മനസ്സിലാവാതാവുകയാണ്, അവരുടെ ഇടയിൽ പരസ്പരം ശത്രുതയും പകയും ഉണ്ടാക്കുകയാണ്. ലഹരി അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ അവൻ ആരാണ് മുന്നിൽ നിൽക്കുന്നത് അറിയണില്ല, അവൻ എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനായി മാറുകയാണ്. പിശാച് അവിടെ ഇടപെടുന്നു, അവൻ കൊലപാതകങ്ങളിലേക്കും വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും അവരെത്തുന്നു. അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, പരലോക ചിന്തയിൽ നിന്ന് അവൻ മാറിപ്പോകുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് വിരമിക്കാറായില്ലേ എന്ന് ചോദിക്കാം. ഈ ഖുർആൻ ആയത്ത് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു. ജാഹിലിയത്തിലെ എല്ലാ അധാർമികതയും കൊണ്ടു നടന്ന ഒരു കാട്ടാള കൂട്ടം. അവര് ലോകത്തിന് തുല്യതയില്ലാത്ത ഉത്തമ സമൂഹമാക്കി മാറ്റിയത് ഈ പരിശുദ്ധ ഖുർആൻ അതവരുടെ മാർഗദർശന ഗ്രന്ഥമായി സ്വീകരിച്ചപ്പോഴായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ പകർന്നു നൽകിയ വിശ്വാസവും ആ പകർന്നു നൽകിയ സന്ദേശം ഉൾക്കൊള്ളുകയും ആ അഖീദക്കനുസരിച്ച് ജീവിക്കുകയും അത് പങ്കുവെക്കുകയും ചെയ്യുക എന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു പരിഹാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ വിശ്വാസം, അതിലേക്ക് മടങ്ങണം, അള്ളാഹുവിലേക്ക് മടങ്ങണം. അവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ ഇത്തരം ധാർമ്മിക പ്രവർത്തനങ്ങളിൽ നിന്ന് മാറാൻ ഖുർആൻ പഠിപ്പിച്ച അഖീദയിലേക്ക് ആളുകൾ മടങ്ങണം. അതിനെന്ത് വേണം? ഇത് സ്വീകരിച്ച നമ്മൾ ദഅവത്ത് ചെയ്യണം, ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. അതിനൊക്കെ ഇന്ന് നമുക്ക് വലിയ അപാകത സംഭവിച്ചിരിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. വിശ്വാസം സ്വീകരിച്ച അള്ളാഹ് പറഞ്ഞെന്താണ്? അവർ നിർഭയരായിരിക്കും, അവർ ഭയപ്പെടേണ്ടി വരില്ല. അള്ളാഹു നൽകിയ സന്ദേശം നിങ്ങൾ മുറുകെ പിടിച്ചാൽ അവര് ദുഃഖിക്കേണ്ടി വരില്ല, അവര് വിഷമിക്കേണ്ടി വരില്ല, നിർഭയപരമായ ജീവിതം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കുന്ന ഒരു വിശ്വാസിക്ക് അള്ളാഹു നിരോധിച്ച കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ അവന് അതിനെ പ്രാപ്തമാക്കും. അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെ അവൻ ഭയപ്പെടും. അത് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ ഹൃദയത്തോട് സ്വീകരിച്ച ഒരാൾക്കുണ്ടാകുന്ന പ്രത്യേകതയാണ്. അള്ളാഹുവിന്റെ താക്കീതുകൾ ജീവിതത്തിൽ സ്വീകരിച്ചവൻ അവൻ മനസ്സിലാക്കുന്നത് എന്റെ മടക്കം അള്ളാഹുവിനേക്കാണ്, എന്റെ ജീവിതം വിചാരണ ചെയ്യപ്പെടും എന്ന ബോധം അവനുണ്ടാകും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കൽപ്പനകളെ ശിരസാവഹിച്ചില്ലെങ്കിൽ, അതിനോട് എതിർത്തു നിന്നാൽ വേദനയേറിയ ശിക്ഷയും ഫിത്നയും അവരെ ബാധിക്കുന്നതിനെ അവർ ഭയപ്പെടണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ രക്ഷ ചെയ്യാനുള്ള, രക്ഷ കിട്ടാനുള്ള മാർഗം സഹോദരങ്ങളെ ഇസ്ലാമിന്റെ അഖീദയിലേക്ക്, ആ വിശ്വാസത്തിലേക്ക് മടങ്ങുക, അതിന്റെ മാധുര്യം നുകരുക എന്നതാണ്. അതോടുകൂടി അവരുടെ ജീവിതത്തിൽ നിർഭയത്വം ഉണ്ടാകും. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും തെറ്റുകൾ അകറ്റി നിർത്തുകയും അതുവഴി അവർ പുണ്യങ്ങൾ നേടിയെടുക്കാൻ കാരണക്കാരായി തീരുകയും ചെയ്യും. അവരുടെ ഇച്ഛകളെ അവൻ മാറ്റി നിർത്തുന്നത് അദൃശ്യമായ നിലയ്ക്ക് അള്ളാഹുവിന്റെ സ്ഥാനത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ്. റബ്ബ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വാസമുള്ള അഖീദയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ജീവിച്ചാൽ അവന്റെ ജീവിതത്തിൽ തെറ്റുകൾ കടന്നു വരില്ല. ആ തെറ്റുകളിലേക്ക് അവനെ പ്രേരിപ്പിക്കുമ്പോൾ എല്ലാ ഹവയിൽ നിന്നും എല്ലാ ദുർബോധനങ്ങളിൽ നിന്നും അവൻ അകന്നു നിൽക്കും. കാരണം റബ്ബിന്റെ സ്ഥാനത്തെ അവൻ ഭയപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് അവന് കിട്ടുന്ന പ്രതിഫലം എന്താണ്? അതൊക്കെ പുണ്യമായി തീരും. ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, സ്വർഗം അവന്റെ വാസസ്ഥലമാവുകയാണ്, അവന്റെ സ്ഥാനമാവുകയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ടാണ് തെറ്റുകളിൽ അഭിരമിച്ചിരുന്ന ഒരു ജാഹിലിയ സമൂഹം നന്മയുടെ പ്രകാശത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കണം. എങ്ങനെ സ്വാധീനിക്കണം? ഖുർആൻ എങ്ങനെ സ്വാധീനിക്കുക? കേവലം പാരായണം കൊണ്ട് ഖുർആൻ സ്വാധീനിക്കുമോ? പരിശുദ്ധ റമദാനാണ്. റമദാനിൽ നമ്മൾ ഖിറാഅത്ത് നടത്തിയാൽ, ഖുർആന്റെ തിലാവത്ത് നടത്തിയാൽ നമുക്ക് കൂലിയുണ്ട്. ഒരക്ഷരത്തിന് ഇരട്ടി, 10 ഇരട്ടിയാണ് സാധാരണ കൂലി. എന്നാൽ റമദാൻ ആകുമ്പോൾ അത് 70ഉം 700ഉം എത്രയോ ഇരട്ടി അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമുക്ക് നൽകും. അത്രയും ഇരട്ടി പ്രതിഫലമുണ്ട്. അതുകൊണ്ട് റമദാനിന്റെ ഖിറാഅത്തിന് പോലും വമ്പിച്ച പ്രതിഫലമുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, ഖുർആൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനിക്കണം. അതിനെന്ത് വേണം? ഖുർആൻ ആശയങ്ങൾ പഠിക്കണം, ആയത്തുകൾ പഠിക്കണം, അതിന് ആശയങ്ങൾ പഠിക്കണം, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയണം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ ഖഫാലുഹാ, നിങ്ങളുടെ ഹൃദയത്തിൽ കൂട്ടിട്ടിരിക്കുകയാണോ എന്നാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഖുർആൻ എന്തുകൊണ്ട് നിങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങണില്ല? കേവല പാരായണത്തിലെ ഗ്രന്ഥമായി മാത്രമാണോ ഖുർആനിനെ ആളുകൾ കാണുന്നത്? കിതാബുൻ ഫുസ്സിലത് ആയാതുഹു ഖുർആനൻ അറബിയ്യൻ ലിഖൗമി യഅലമൂൻ, ആളുകൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ അറബിയിൽ ഒരു ഗ്രന്ഥത്തെ അള്ളാഹു അവതരിപ്പിച്ചു തന്നു. അത് പഠിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അള്ളാഹു നമ്മുടെ മുന്നിൽ നൽകി. എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ അത് ചിന്തിച്ച് അതിന്റെ ആശയങ്ങൾ പഠിക്കുന്നില്ല എന്നുള്ള ചോദിക്കുകയാണ്. അല്ലാഹു പറഞ്ഞു, മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി വയതദക്കറു ഉലുൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക്, ബുദ്ധിയുള്ളവർക്ക് ഉറ്റാലോചിക്കാൻ, കാര്യങ്ങളെ വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഗ്രന്ഥം നിങ്ങളിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് അത് പഠിക്കുക, ഖുർആൻ പഠിക്കുക, ഖുർആന്റെ ആശയങ്ങൾ പഠിക്കുക, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു? നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ കുടുംബം, നമുക്ക് മക്കൾ, നമ്മുടെ വാഹനം, നമ്മുടെ ജോലി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് സ്വപ്നങ്ങളുമായി ജീവിച്ചവരാണ് നമ്മളെല്ലാം. ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുത്തില്ലേ? ഭാര്യ ഉണ്ടായി, മക്കളുണ്ടായി, കുടുംബമുണ്ടായി, വാഹനമുണ്ടായി, സമ്പത്തുണ്ടായി, നല്ല ജോലി ഉണ്ടായി, നല്ല സ്റ്റാറ്റസ് ഉണ്ടായി. സഹോദരങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു ഇപ്രകാരം പഠിപ്പിച്ച ഒരു ഗ്രന്ഥം ഖുർആൻ നമ്മളിലേക്ക് അവതരിപ്പിച്ചിട്ട്, ആ ഖുർആൻ അതുമായി ഒരു ബന്ധം സ്ഥാപിക്കാനും അതെന്റെ ജീവിതത്തിൽ സാധിക്കാനും അത് പഠിക്കാനും ജീവിതത്തിന്റെ ലക്ഷ്യമായി കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഓരോ റമദാനും ഇങ്ങനെ കടന്നു പോകും. സഹോദരങ്ങളെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഖുർആൻ. ഇതിലേക്ക് നമ്മൾ എത്തണം. അതാണ് ഈ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ അപകടം. ഖുർആനിലേക്ക് ആളുകൾ മടങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ വീട്ടിൽ എത്ര ആളുകളുടെ വീട്ടിൽ അമാനുമൗലിയുടെ തഫ്സീർ ഉണ്ട്? അല്ലെ, 4 വാല്യം വലിയ കട്ടിയുള്ള തഫ്സീർ നമുക്കറിയാം. അത് കുറെ വാല്യങ്ങളായിട്ട് പുതുതായിട്ട് ഇപ്പൊ ഇറക്കിയതുണ്ട്. എത്ര പേര് ഈ കുത്തുവ കേൾക്കുന്ന എത്ര പേരുടെ വീട്ടില് ആ തഫ്സീർ ഉണ്ട്? സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിച്ചു, നമ്മുടെ വീട്ടിൽ എന്തൊക്കെ തരത്തിലുള്ള വാഹനങ്ങളുണ്ട്, നമ്മുടെ എന്തൊക്കെ അത്യാധുനിക സൗകര്യങ്ങളെല്ലാം നമ്മൾ സംവിധാനിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ ഖുർആന്റെ തഫ്സീർ ഉണ്ടോ? നമ്മുടെ മക്കൾ അത് പഠിക്കുന്നുണ്ടോ? നമ്മുടെ ഭാര്യ പഠിക്കുന്നുണ്ടോ? നമ്മുടെ ഉമ്മ പഠിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിലുള്ളവർ അത് വായിക്കുന്നുണ്ടോ? അതിനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നമ്മുടെ റൂഹ് പോയാൽ നമ്മളെ പള്ളിക്കാട്ടിലേക്ക് എടുക്കും. അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവിടെ വരും. 3 ചോദ്യം ചോദിക്കുമെന്ന് മദ്രസ തൊട്ട് പഠിക്കാൻ തുടങ്ങിയതാണ്. ആ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഖുർആൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നിന്റെ റബ്ബാരാണ് എന്ന് ചോദിക്കില്ലേ? നിന്റെ ഇമാമാരാണെന്ന് ചോദിക്കില്ലേ? അവിടെ മറുപടി പറയാൻ, അതിനുള്ള ഉത്തരം കിട്ടാൻ ഖുർആൻ പഠിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ട് അതിനുവേണ്ടി ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഖുർആനിലെ ശ്രേഷ്ഠമായ ആയത്തുണ്ടല്ലോ, ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി അതിന്റെ അർത്ഥവും ആശയവും എത്ര പേർക്ക് കൃത്യമായിട്ട് അറിയാം? ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അല്ലെ, അമ്മ ജുസ് ചെറിയ സൂറത്തുകളാണ്. അമ്മ ജുസ് എത്ര സൂറത്ത്, അതിന്റെ അർത്ഥം, ആ സൂറത്ത് എത്ര ആളുകൾക്ക് ഹിഫ്ളുണ്ട്? സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക. സൂറത്തുൽ ഇഖ്ലാസ് എത്ര ചെറിയ സൂറത്താണ്. അതിന്റെ ആശയമെങ്കിലും അതിന്റെ തഫ്സീറെങ്കിലും നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ ഖുർആനിനോടുള്ള നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. സഹോദരങ്ങൾ, അതുകൊണ്ട് ഖുർആന്റെ പഠനവും ആശയവും നമുക്ക് നമ്മുടെ പരിഹാരം. ഇതൊക്കെ നമ്മൾ ചെയ്താൽ, അതിലേക്ക് തിരിച്ചാൽ, സഹോദരങ്ങളെ, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തുന്നിടത്ത് നമ്മുടെ കുടുംബവും സമൂഹവും ഒക്കെ ഉണ്ടാകുന്ന നമ്മുടെ ജീവിതം നിർഭയമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈമാനിന്റെ മാധുര്യം ആത്മീയമായി നുകരുന്നത് കൊണ്ട് കിട്ടുന്ന വലിയ സൗഭാഗ്യമാണ്. അപ്പോഴേ ആ നിർഭയത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലാഹു പറഞ്ഞത്, അങ്ങനെയുള്ളവർക്ക് വലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടി വരില്ല, അവർ വിഷമിക്കേണ്ടി വരില്ല.
ഖുർആൻ എന്നത് നമ്മുടെ വേദഗ്രന്ഥാണെന്ന് അറിയാം. അതിങ്ങനെ കേവല പാരായണത്തിന് റമദാനിന് മാത്രം എടുത്തു വെച്ച് ഓതാനായിട്ട് മാത്രം കാണുന്ന ആളുകളുണ്ട്. അങ്ങനെ ആകാൻ പാടില്ല. ഖുർആനിന്റെ പഠനം അത് ജീവിതത്തിലേക്ക് സ്വാധീനിക്കണം. അന്ധവിശ്വാസങ്ങൾ കൊണ്ട് ദുഷിച്ച മനസ്സുകളിലേക്ക് ഖുർആൻ കയറില്ല. അതിനാദ്യം നമ്മൾ അക്കീദ ശരിയാക്കണം. യഥാർത്ഥ വിശ്വാസം ശരിയാക്കിയിട്ട് ഖുർആൻ പഠനത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങണം. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, അല്ലെ, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കുടികുത്തിയ ഒരു ഹൃദയത്തിലേക്ക് ഖുർആനിന്റെ പ്രഭ ചൊരിയാൻ സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ട് തെറ്റുകളെ മാറ്റി നിർത്തി ഖുർആൻ പഠിക്കാനുള്ള അവസരമാണ് റമദാൻ എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം പാരായണം ചെയ്യുക, ധാരാളം പാരായണം ചെയ്യാം. റമദാനിൽ ധാരാളം പ്രതിഫലം അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കിട്ടും. അതോടൊപ്പം ആത്മീയതയുടെ അനുഭൂതി തടയപ്പെട്ട ആളുകളിൽ നമ്മൾ പെടാൻ പാടില്ല. ഖുർആന്റെ ആത്മീയമായ ഒരു അനുഭൂതിയുണ്ട്, അതിന്റെ മാധുര്യമുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും നുകരാൻ നമുക്ക് അതിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്നത് നമ്മൾ ചിന്തിക്കണം. അതങ്ങനെ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതം മാധുര്യം തിരയണം എന്ന് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാൻ സാധിക്കും. 3 കാര്യങ്ങൾ. ഹലാവത്തു ഫി സലാസ്, 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 3 മാധുര്യങ്ങൾ? ഫി സ്വലാത്ത്, ഒന്ന് നമസ്കാരത്തിലാണ്. നമസ്കാരത്തിന്റെ മാധുര്യം. നമുക്ക് നമസ്കാരം എന്ന് പറഞ്ഞ ഒരു ഭാരമായി മാറിയിട്ടുണ്ട്. നമസ്കാരത്തിൽ മാധുര്യം കിട്ടുന്ന അവസ്ഥ. വഫിൽ ഖുർആനി, ഖുർആനിൽ മാധുര്യം കിട്ടുന്ന അവസ്ഥ. വഫിൽ ദിക്രി, അല്ലാഹുവിനെ നിർവഹിക്കുന്ന ദിക്റുകളിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ അതിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ കിട്ടുന്ന ഒരു മാധുര്യമുണ്ട്. അത് നിങ്ങൾ നേടിയെടുക്കണം, പരിശ്രമിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആ മാധുര്യം നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണം. ഫഇൻ വജദ്തുമൂഹാ ഫംളു വബിശിറു വഇൻ ലം തജിദൂഹാ ഫഅലം അന്ന ബാബക മുഅലകുൻ. ആ മാധുര്യം നിങ്ങൾക്ക് കാണാനായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കുക, തന്റെ കവാടം പൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയാണ്, അത് തുറക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഖുർആൻ ഹൃദയ വികാരമാകുമ്പോൾ അതിന്റെ മുമ്പിൽ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും വിനീതമാകും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ചരിത്രം നമുക്കറിയാലോ. വളരെ അങ്ങേയറ്റം പോക്കിരിയും വിഖാരിയുമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഖുർആന്റെ ആയത്ത് ഹൃദയത്തിലേക്ക് കയറിയപ്പോൾ ഈമാനിന്റെ വലിയ ഉദാഹരണമായി ലോക ചരിത്രത്തിൽ മാറി. അല്ലെ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫുളൈൽ ബിൻ ഇയാദ് എന്ന് പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ, നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ആദ്യ ജീവിത കാലഘട്ടം പരിശോധിച്ച് നോക്കൂ. അല്ലെ, ഏറ്റവും വലിയ പോക്കിരിയായിരുന്നു. ആളുകളെ കൊള്ളയടിച്ചും വ്യഭിചരിച്ചും ഒക്കെ ജീവിച്ചിരുന്ന വളരെ മോശമായ ഒരു മനുഷ്യൻ. പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ജീവിതത്തിലേക്ക് സ്വാധീനിച്ചപ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വിശ്വാസികളുടെ പ്രാർത്ഥന കിട്ടുന്ന വലിയ ഒരു സലഫായി ലോകത്ത് മാറി. അല്ലെ, അവർക്കൊക്കെ മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, വിദ്യാഭ്യാസമില്ലായിരുന്ന ഒരു കാലഘട്ടം, അഖണ്ഡതയിലും അന്ധകാരത്തിലും ആണ്ടുകൂടിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഖുർആൻ കൊണ്ട് വലിയ സംസ്കരണം ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഇന്ന് വിദ്യാഭ്യാസമുണ്ട്. അല്ലെ, സാക്ഷരതയിലൊക്കെ ഉയർന്നു നിൽക്കുകയാണ് നമ്മുടെ നാട്. ഈ സമൂഹത്തിൽ ഖുർആൻ കൊണ്ട് മാറ്റം ഉണ്ടാവൂലേ? പിന്നെ എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല? അതുപോലെയുള്ള സ്വാധീനങ്ങൾ നമുക്കുണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നതാണ് അതിന്റെ കാരണം. സഹോദരങ്ങളെ, മദീനയിലെ ഈ തപ്പന ഓല കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കുടിലുകൾക്ക് സമാധാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഖുർആൻ കൊണ്ട് നമ്മുടെ വീടുകൾക്ക് സമാധാനം കിട്ടണം. അതിന് ഖുർആനിലേക്ക് നമ്മൾ മടങ്ങണം. ലാത്തയും മുസയിൽ നിന്നും അള്ളാഹു ഏകദൈവ ആരാധനയിലേക്ക് മടങ്ങിയ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സൃഷ്ടാവിന്റെ മുന്നിൽ മാത്രമേ ഞങ്ങൾ സുജൂദ് ചെയ്യൂ എന്ന് പ്രഖ്യാപിക്കുന്ന സഹാബത്തിനെ ലോകത്ത് സൃഷ്ടിച്ചത് ഖുർആനാണെങ്കിൽ, ഇവിടെ മഖബറകളിലേക്കും ജാറകളിലേക്കും പോകുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഖുർആൻ കൊണ്ട് നിരവധി നടത്തിയാൽ അവർ അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക് മടങ്ങൂല എന്ന് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? മടങ്ങും. പിന്നെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ആ ഖുർആൻ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാധീനിക്കുന്നില്ല എന്നതാണ്. അജ്ഞതകൾ അത് ജീവിതത്തിലെ കൂടപ്പുറപ്പായി കൂട്ടി പരസ്പരം കഴുത്തെറിഞ്ഞ ഒരു സമൂഹമാണ് ഏറ്റവും ഏറ്റവും ഉത്തമ സമൂഹമാക്കി കുന്തും ഖൈറ ഉമ്മ എന്ന സർട്ടിഫിക്കറ്റ് ഖുർആൻ നൽകിയത്. എങ്കിൽ സഹോദരങ്ങളെ, ഈ സമൂഹം കൊലപാതകവും ഒക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും ഖുർആൻ കൊണ്ട് വലിയ മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ കഴിയും എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസി കിതാബൻ, അള്ളാഹുവിന്റെ ഗ്രന്ഥം അത് ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റബ്ബിനെ കുറിച്ചുള്ള ഭയം കാരണം അവരുടെ തൊലികൾ വിനീതമാകും, അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകും, അവരുടെ ഹൃദയത്തിൽ സ്വാധീനിക്കും, ജീവിതത്തിൽ മാറ്റമുണ്ടാകും. അപ്പോൾ നല്ല ഒരു ഭാര്യയെ നമുക്ക് അനുഭവിക്കാൻ കഴിയും, നല്ല ഒരു ഭർത്താവിനെ അനുഭവിക്കാൻ കഴിയും, നല്ല ഒരു കുടുംബത്തെ ഉണ്ടാകും, നല്ല ഒരു പുതുതലമുറയെ സൃഷ്ടിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഖുർആനാകണം.
ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, പ്രവാചകന്റെ ജീവിതം കാന ഖുലുഖുൽ ഖുർആൻ, ഖുർആനാണ് ജീവിതം. അതുപോലെ ജീവിതത്തെ മാറ്റാൻ, നെഞ്ചേറ്റാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ മാറിയാൽ അല്ലാഹുവിന്റെ കലാമിന്റെ മുന്നിൽ കണ്ണീർ പൊഴിക്കുന്ന മനുഷ്യന് മറ്റുള്ളവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല. ആ കണ്ണീര് പൊഴിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സാധിക്കും. അല്ലെ, എല്ലാവരോടും ബഹുമാനമുള്ള, സ്നേഹമുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ അതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനുമായിട്ടുള്ള അടുപ്പം നമുക്കുണ്ടാകണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ നാട് വളരെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, 2005 ശേഷം ഇല്ലേ, ഇപ്പൊ ഈ അടുത്തായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല പത്രവാർത്തകളുമുണ്ട്. പല വാർത്തകൾ. തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് 5 പേരെയാണ് കൊല ചെയ്തത്. വളരെ നിഷ്ഠൂരമായി എല്ലാവരും കേട്ട വാർത്തകളാണ്. അടിവാരത്ത് ആഷിഖ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അർബുദ രോഗിയായ സുബൈദ എന്ന് പറയുന്ന മാതാവിനെ കൊലപ്പെടുത്തി. ഈ വാർത്ത നമ്മൾ കേട്ടു. താമരശ്ശേരിയില് സഹപാഠികൾ ഷഹബാസ് എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ കൊലപ്പെടുത്തുകയും എന്നിട്ട് അവർക്ക് അതിനുശേഷമുള്ള ചാറ്റുകളും അവരുടെ സംസാരങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടു. ഇതുപോലെ എത്ര കൊച്ചിയിൽ 9ാം ക്ലാസ്സുകാരനായ ഒരു സഹോദരനാണ് 6ാം ക്ലാസ്സുകാരിയായ സഹോദരി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നത്. ഇടുക്കിയിൽ കട്ടപ്പനയിൽ 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചു. അതും 8ാം ക്ലാസ്സുകാരനായ സഹപാഠിയായ ഒരു കാമുകന്റെ കാരണത്താൽ. സഹോദരങ്ങൾ, ഇത്തരം വാർത്തകൾ ഇങ്ങനെ ഈ അടുത്ത ദിവസങ്ങളിൽ നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു ചർച്ചയായി. ഇത്തരം വയലൻസുകൾ കുട്ടികൾ ഇങ്ങനെ നടത്തുകയാണ്. അപ്പോൾ എന്താ, ന്യൂജൻ പ്രശ്നമാണ്, പുതുതലമുറ വലിയ പ്രശ്നമാണ് എന്ന് പറയാണ്. ഇതൊരു ചർച്ചയാണ്. എല്ലാവരും പ്രശ്നമാണ് ഒന്നടങ്കം പറയുന്നവർ. സഹോദരങ്ങൾ, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണമെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ റാഗിങ്ങിന്റെ പേരിൽ പ്രശ്നങ്ങൾ കോട്ടയത്ത് പോലും നഴ്സിംഗ് കോളേജിൽ നടന്ന റാഗിങ്ങൊക്കെ നമ്മൾ കണ്ടു. നഗ്നനായി കിടത്തിയിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിലൊക്കെ വലിയ ഇരുമ്പ് കഷ്ണങ്ങൾ വെക്കുക, ലോഷൻ ശരീരത്ത് ഒഴിക്കുക. ഒരു കുട്ടിയെ എറണാകുളത്ത് ക്ലോസറ്റിലെ വെള്ളം നക്കിക്കുടിപ്പിക്കുക. ആ നിലയ്ക്കുള്ള ക്രൂരമായ റാഗിങ് കാരണം ആ കുട്ടി ആത്മഹത്യ ചെയ്തു. 15 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇങ്ങനെ നിരന്തരം വളരെ മോശപ്പെട്ട വാർത്തകൾ, ഭീതിതമായ അവസ്ഥ. മാതാപിതാക്കളൊക്കെ വല്ലാത്ത ടെൻഷനാണ്. അധ്യാപകര്, നിയമപാലകർ എല്ലാവരും വല്ലാത്ത ഭയത്തിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. എന്താണ് ഇതിന്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? ടെക്നോളജിയുടെ മാറ്റം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആകെ മാറിയിട്ടുണ്ട്. പണ്ടത്തെ 20 കൊല്ലം മുമ്പത്തെ കാലമല്ലല്ലോ ഇത്. എല്ലാം മാറി അല്ലേ. ബൂത്തിൽ ഇങ്ങനെ ഫോൺ വിളിക്കാൻ കാത്തു നിന്നിരുന്ന ഒരു കാലമുണ്ട്. ക്യൂ നിന്നിരുന്ന ഒരു കാലമൊക്കെ പോയി. എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണാണ്. ആ സ്മാർട്ട് ഫോൺ തന്നെ ഇന്ന് എല്ലാ അധാർമികതയ്ക്കും കാരണമായിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, ഹാക്കിങ്, അതുപോലെയുള്ള ഇന്ന് ഈ ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് സിനിമകളാണ്. പല നിലയ്ക്കുള്ള സിനിമകൾ. ഇപ്പൊ ഇന്നലെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി, 1ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അവൻ എന്നോട് ചോദിക്കുന്ന, സാറ് ഇപ്പൊ ഇറങ്ങിയൊരു സിനിമ കണ്ടോ എന്നാണ് ചോദിച്ചത്. എന്തോ മാർക്കോ എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ അവൻ കണ്ടു, അടിപൊളി സിനിമയാണ് എന്നാണ് അവൻ പറയുന്നത്. അന്വേഷിച്ചപ്പോ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമകൾ അത് കണ്ടിട്ട് എങ്ങനെ കണ്ടത്, അത് ഉപ്പാന്റെ ഉമ്മാന്റെയോടൊപ്പം തിയേറ്ററിൽ പോയി കണ്ടതാണെന്നാണ് അവൻ പറയുന്നത്. സഹോദരങ്ങളെ, വിതച്ചതേ കൊയ്യൂ. മാതാപിതാക്കൾ ഇതിനൊക്കെ നമ്മൾ ഒരു കാരണമാകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. കുട്ടികളെ ചെറുപ്രായത്തിൽ, ചെറിയ കുട്ടികളെ ഭക്ഷണം കൊടുക്കണമെങ്കിൽ മൊബൈൽ കൊടുത്ത് കാണിക്കുക, ടാബ് കൊടുക്കുക. ഇങ്ങനത്തെ സിനിമകളും റീലുകളും ഒക്കെ കാണുക. അവരുടെ ചെറിയ മനസ്സുകളിലേക്ക് ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ അടിച്ചു കയറി അവസാനം സ്വന്തം മാതാവിനെ പോലും തിരിച്ചറിയാത്ത അവസ്ഥയിലേക്ക് ഇത്തരം പ്രശ്നങ്ങൾ. രക്തമൊന്നും ഒരു പ്രശ്നമല്ല, ആരുടെ കൊള്ളയ്ക്ക് കത്തികയറ്റിയാലും വിഷയമില്ല. അതൊക്കെ വളരെ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ഇന്നത്തെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. ഇപ്പൊ ഈ അടുത്ത് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതുപോലും ഇന്ന സിനിമ മോഡൽ കൊലപാതകം എന്നാണ് പിന്നീട് പറയപ്പെടുക. അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം, അതും ഒരു കാരണമാണ് ഇന്ന് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുട്ടികളുടെ ഗെയിം കളികൾ, ഗെയിമിൽ ഇങ്ങനെ അറ്റാക്കിംഗ് ഗെയിമുകൾ, ഇത് കൂടുതലായി കുട്ടികൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും തോൽപ്പിക്കുക, കൊല ചെയ്യുക, വെടിവെച്ച് കൊല്ലുക. അതുപോലെ തന്നെ അതിന് സാധിച്ചില്ലെങ്കിൽ വീണ്ടും പവർ കൂട്ടിയിട്ട് വീണ്ടും അത് ചെയ്യാം. ഇങ്ങനത്തെ ഗെയിമുകളിൽ ചെറിയ കുട്ടികൾ വരെ അത് വല്ലാതെ അഡിക്റ്റ് ആയിട്ട് അതിനു വേണ്ടി സമയങ്ങൾ ചെലവഴിക്കുക. മാതാപിതാക്കൾ അറിയുന്നില്ല. ആളുകളെ വെടിവെച്ച് വീഴുക, വാഹനം ഇടിച്ചു കൊല്ലുക. ഇതിങ്ങനെ ചെയ്ത് ചെറിയ കുട്ടികളുടെ മൈൻഡിലേക്ക് ഈ സംഗതികളൊക്കെ വളരെ നിസാരവൽക്കരിച്ചു. എന്നിട്ട് അവര് വലുതാകുമ്പോൾ കത്തിയെടുത്തിട്ട് മാതാവിന്റെ നേരെ നീട്ടിയാൽ, സഹോദരങ്ങളെ, നമ്മളൊക്കെ അതിനൊരു കാരണമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അതിന് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നത് മനസ്സിലാക്കണം. കള്ളും കഞ്ചാവും ഒക്കെ പണ്ട് ആളുകൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ അതിനൊക്കെ മാറി ഇന്ന് രാസലഹരിയിലേക്ക് മാറിയിട്ടുണ്ട്.
MDMA പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക. പണ്ടൊക്കെ കള്ളു കുടിച്ചു വന്നിട്ട് വീട്ടില് ഉമ്മാനെയും അമ്മേനെയും ഭാര്യനെയും ഒക്കെ തല്ലുന്ന വാർത്തകളാണ് കേട്ടിരുന്നെങ്കിൽ ഇന്ന് MDMA ഒക്കെ ഉപയോഗിച്ച് ചെറിയ കുട്ടികളാണ് എന്ത് ചെയ്യാം കഴുത്തറുക്കാൻ പോലും മടിയില്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അമിതമായ ഉപയോഗങ്ങളും ഒക്കെ അതിന്റെ വലിയ ഒരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ അധ്യാപകരൊക്കെ നിസ്സഹാരായി നിൽക്കുന്ന അവസ്ഥ. പണ്ടത്തെ അധ്യാപകരൊക്കെ എല്ലാവർക്കും ബഹുമാനമായിരുന്നു അല്ലെ, അവരുടെ ചൂരലിനെയും ഒക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു, ഒരു ബഹുമാനം ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു അല്ലെ. അധ്യാപകരും അങ്ങനെ തന്നെയാണ്. പണ്ടത്തെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ പാഠഭാഗങ്ങൾക്ക് പുറമെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകർ കൂടിയായിരുന്നു. ഇന്നാണെങ്കിലും അതൊക്കെ മാറി ഇല്ലേ, പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകുന്ന അധ്യാപകരായി. കുട്ടികൾ തെറ്റിയാൽ പോലും ഇടപെടൂല. എന്താ കാരണം അല്ലേ? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന നിയമമാണ് ഇന്നുള്ളത്. അധ്യാപകർക്ക് അടിക്കാൻ പാടില്ല, അവരെ ഉപദേശിക്കാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല. അതൊക്കെ വന്നാൽ ഇനി അതിന്റെ പ്രതികാരമായി പക്ഷെ വർഷങ്ങളോളം ചിലപ്പോൾ പോക്സോ കേസിലൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരുന്ന അവസ്ഥ, അത്തരം പേടി കൊണ്ട് അധ്യാപകർ നിസ്സഹായരായി നിൽക്കുന്ന അവസ്ഥകളും ഇതിനൊക്കെ ഒരു കാര്യമാണ്. അതിനു പുറമെ വിശ്വാസം നഷ്ടപ്പെട്ട, ആത്മീയത നഷ്ടപ്പെട്ട മുസ്ലിങ്ങളായ ആളുകൾ പോലും ഇപ്പോൾ ലിബറൽ കാഴ്ചപ്പാടിലേക്കും അതുപോലെ തന്നെ ഭൗതികവാദങ്ങളിലേക്കും ഒക്കെ കടന്നുപോയിട്ട് എന്തും ചെയ്യാം, ഒരു പ്രശ്നമില്ല, മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തിന്മകളിലേക്ക് കടന്നു പോകുന്ന എല്ലാ സമൂഹത്തിൽപ്പെട്ട ആളുകളും ഇതുപോലെയുള്ള തെറ്റുകളിലേക്ക് കൂടുതലായി പേരുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ സഹോദരങ്ങളെ ഇതിന്റെ ഒരു അവസ്ഥയാണ്. ജനറേഷനുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലഘട്ടമൊന്നുമല്ല, സൈലന്റ് ജനറേഷൻ 1920 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടമൊക്കെ പഠിച്ച നമുക്കറിയാം. ആദ്യമൊക്കെ ഉള്ള തലമുറ പോലെ അല്ല, പിന്നീട് ഇങ്ങനെ വന്ന് അല്ലെ വിവിധ സാങ്കേതിക വിദ്യകൾ കൂടി കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു. ലോകം മുഴുവനും ഒരു ഗ്രാമമായി തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്ന് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ആൽഫ ബീറ്റ ജനറേഷനുകൾ മാറി. ഇനിയുള്ള തലമുറകളിലെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ അത് കൂടുതൽ ശ്രദ്ധിക്കണം എന്ന നിലക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇത്തരം ഒരു തലമുറ കടന്നു വരുന്ന ഇത്തരം ഒരു തലമുറയിൽ ഇത്തരം തിന്മകൾ അധികരിക്കുമ്പോൾ എന്താണ് അതിനുള്ള പരിഹാരം? അതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, എന്റെ മുന്നിലിരിക്കുന്ന മുതിർന്ന ആളുകളോട് പറയുകയാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്. നമ്മൾ നമ്മുടെ മക്കളെ നല്ലതുപോലെ ഒബ്സർവ് ചെയ്യുക, അവരെ പരിശോധിക്കുക, അവരെ നോക്കുക. എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളൊരു കണ്ണുണ്ടാകണം. അവരുടെ ബാഗില്, അവരുടെ വസ്ത്രങ്ങളില്, അവർ പോകുന്ന സ്ഥലങ്ങളിൽ, അവരുടെ കൂട്ടുകെട്ടിൽ, അവരുടെ സ്കൂളില് ഒക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. നമ്മളിങ്ങനെ പണം ഉണ്ടാക്കുന്നതിന്റെ പിന്നാലെ പോയി മക്കളെ അവരുടെ തോന്നുന്ന വഴിക്ക് വിട്ടാൽ അവർ നാളെ നമുക്കെതിരെ തിരിയുന്ന അവസ്ഥയിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും എന്ന ബോധം നമുക്കുണ്ടാകണം. എപ്പോഴും അവരെ ശ്രദ്ധിക്കുവാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കളെ അവർക്ക് ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ മാതാപിതാക്കൾ ഉണ്ടാക്കിയെടുത്തേ തീരും. അത് പ്രവാചകന്റെ ഒരു അധ്യാപന രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ സഹാബത്തിന് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്? പ്രവാചകൻ ചോദിക്കുക, അല്ല അതിലൊക്കെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ, സ്വർഗത്തിലെ നിധി നിങ്ങൾക്ക് കാട്ടിത്തരട്ടെയോ എന്നൊക്കെയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് പറഞ്ഞു തരട്ടെയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അത് അറിയുവാനും അത് നേടിയെടുക്കാനുള്ള ആഗ്രഹം ആ മനസ്സുകളിൽ ചെറിയ തരത്തിൽ തന്നെ ഉണ്ടായി മാറുന്ന ഒരവസ്ഥ, അതൊരു വിശ്വാസികളുടെ ഗുണമാണ്. അതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇന്നില്ലാതെ പോയിരിക്കുന്നു. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. പേരന്റിങ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇപ്പോൾ നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട അതിന്റെ ചർച്ചയിൽ തന്നെ നിയമപാലകർ പറയുന്നത് പേരന്റിങ്ങിന്റെ ഏറ്റവും വലിയ അപാകത അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അതിന്റെ പഠനങ്ങൾ. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല സഹോദരങ്ങളെ, അതൊരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ നന്നാവുക, നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കൾ ഉണ്ടാകും. എപ്പോഴും അവർ ശ്രദ്ധിക്കുക. നമ്മൾ നമസ്കരിക്കുന്നവരാണെങ്കിൽ അവർ നമസ്കരിക്കും, നമ്മൾ മാന്യത പുലർത്തുന്നവരാണെങ്കിൽ അവരും മാന്യത പുലർത്തും, നമ്മളെല്ലാവരെയും ബഹുമാനിക്കുന്നവരാണെങ്കിൽ അവരും അത് കണ്ടുപിടിക്കും. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് കൃത്യമായി നമ്മുടെ ബാധ്യതകൾ നിർവഹിക്കുന്നവരാണെങ്കിൽ അവരും നമ്മളോടുള്ള ബാധ്യതകൾ നിർവഹിക്കും എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ശരിയായ ശിക്ഷണവും ശിക്ഷയും നൽകാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക. അങ്ങനെ എല്ലാ നിരക്കുമുള്ള പേരന്റിങ്, തെറ്റുകളെ ആ സാഹചര്യങ്ങളിൽ തന്നെ തിരുത്താനുള്ള ഒരു മനസ്സുണ്ടാകണം. ഇല്ലെ, ചെറിയ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അത് കുട്ടിയല്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു രീതി ഉണ്ടാകരുത്. സഹോദരങ്ങൾ, തെറ്റുകളെ തിരുത്തി കൊണ്ടുവരിക. അത് നല്ല വടിയെടുത്തിട്ടല്ല തിരുത്തേണ്ടത്, നല്ലതുപോലെ ഉപദേശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും വിധം ചെറിയ പ്രായത്തിൽ തന്നെ തെറ്റുകളെ തിരുത്താൻ നമ്മൾ തയ്യാറാകുക. പ്രവാചകൻ അങ്ങനെയായിരുന്നു, നന്മ കൽപ്പിക്കുമായിരുന്നു, തെറ്റ് വിരോധിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് പറഞ്ഞു, നിന്റെ അടുത്തുനിന്ന് കഴിക്കൂ, ഇസ്മി ചൊല്ലി കഴിക്കൂ, വലത് കൈ കൊണ്ട് കഴിക്കൂ എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞു
പറഞ്ഞ ഉപദേശങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരത്തിൽ അപാകത സംഭവിച്ച ആളോട് പ്രവാചകൻ മറ്റുള്ളവർ ശകാരിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു അങ്ങനെയല്ല. പ്രവാചകൻ വളരെ സൗമ്യമായി അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തത് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ നിലക്കുള്ള സ്നേഹത്തോടു കൂടിയുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും പേരന്റിങ്ങും ഒക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകണം. എങ്കിൽ പുതിയ ഒരു തലമുറയെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തിന്മകളുടെ ഉറവിടങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ലഹരി ഉപയോഗിക്കുന്നത് തടയുന്നതിനപ്പുറത്ത് ലഹരി ഇവിടേക്ക് സപ്ലൈ ചെയ്യുന്ന എല്ലാ മാർഗങ്ങളും അടയ്ക്കുക എന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ്. തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാക്കുകയാണ്. നമ്മൾ വീട്ടിൽ വലിയ ടിവിയും കേബിളും ഒക്കെ എടുത്തു കൊടുത്തിട്ട് ഇങ്ങനെ അവരെ ഉപദേശിച്ചാൽ കാര്യം ഉണ്ടാവൂല. അതിനുള്ള സാഹചര്യങ്ങൾ, കുട്ടികളെ തെറ്റിലേക്ക് കടന്നു പോകാനുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി അതെല്ലാം ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുവാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതോടൊപ്പം ശരിയായ അഖീദ പഠിപ്പിക്കണം. ഈ നിലക്ക് പഠിപ്പിക്കുന്ന സിലബസ് ഉള്ള നമ്മുടെ മദ്രസകളിൽ കുട്ടികളെ കൃത്യമായി നമ്മൾ പറഞ്ഞയക്കണം. അല്ലാഹു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനാണ്. റമദാൻ വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്. ഖുർആൻ പാരായണം ധാരാളം നിർവഹിക്കുക. പരമാവധി നമുക്ക് ഓതി തീർക്കാൻ കഴിയുന്നതൊക്കെ ഓതി തീർക്കുക, ഖത്ം തീർക്കുക. എല്ലാ വഖത്തിന് ശേഷവും ഖുർആൻ പാരായണം ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അതിനൊക്കെ ഒരു സമയക്രമീകരണം ഉണ്ടാവുക. റമദാനിന്റെ മാസത്തിലാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുക. ഈ മാസത്തിൽ ചെയ്താൽ ഇരട്ടി പ്രതിഫലമാണ്. അതുകൊണ്ട് ഇതിനെ ആരും നിസ്സാരവൽക്കരിച്ച് കാണരുതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഖുർആൻ പഠിക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വെളിച്ചം പുസ്തകം കൈപ്പറ്റിയവർ ഇൻഷാ അല്ലാഹ് അതോടൊപ്പം നൽകിയിട്ടുള്ള ആൻസർ ഷീറ്റ് ഉത്തരം എഴുതി പെരുന്നാൾ കഴിഞ്ഞ് തന്നെ തിരികെ നൽകണമെന്ന് പ്രത്യേകം ഇപ്പോഴേ അറിയിക്കുകയാണ്. അതൊക്കെ കണ്ടെത്താനും പഠിക്കാനും ഒക്കെയുള്ള പുണ്യം കിട്ടുന്ന സമയങ്ങളാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ ഞായറാഴ്ചകളിൽ ഏത് ഖുർആന്റെ ക്ലാസുകൾ, ഖുർആന്റെ വിശദീകരണമായ ക്ലാസുകൾ നമ്മളിവിടെ വാട്സപ്പിൽ വരുന്നുണ്ട്. അതിൽ എല്ലാവരും അത് ശ്രദ്ധിക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് തുടർന്ന് വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും 4:30 റമദാൻ വിജ്ഞാന സദസ്സ് ദീനിനെ സംബന്ധിച്ചുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ്. പ്രഗത്ഭരായ പണ്ഡിതന്മാർ ക്ലാസുകളിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ കുടുംബസമേതം നമ്മുടെ മക്കളെ ഉൾപ്പെടെ ആ ക്ലാസുകളിലൊക്കെ പങ്കെടുപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നോമ്പ് തുറയുമായി എല്ലാവരും സഹകരിക്കുക. നമ്മുടെ സക്കാത്ത് കണക്ക് കൂട്ടി കൊടുക്കുന്നവർ ഇവിടെ അത് കമ്മിറ്റിയുണ്ട്, കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളി പരിപാലന ഫണ്ടിന് വേണ്ടി എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. ഇന്ന് നമ്മുടെ അതിന്റെ പിരിവാണ്. പരിശുദ്ധ റമദാനിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ ചെയ്യുന്ന ഓരോ സദഖകളും അല്ലാഹു അത് പർവ്വത കണക്കെ വലുതാക്കി നൽകും. നമുക്കൊരു നമ്മുടെ മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചെലവ് ചെയ്യേണ്ട ഒരു മാസം റമദാൻ മാസമാണ്. നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ആ മാസത്തിൽ ഏറ്റവും കൂടുതൽ ചെലവ് എന്തിനാണ്? ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയാണ്. അങ്ങനെയല്ല, ഭക്ഷണമൊക്കെ കുറച്ച് റമദാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ഇബാദത്തുകൾ കൊണ്ട് കൂട്ടി. എന്നാൽ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് നമ്മൾ മാറ്റി വെക്കേണ്ടതെന്ന് പറഞ്ഞാൽ റമദാനിന്റെ സദഖയ്ക്കും സകാത്തിനും വേണ്ടി, സദഖയ്ക്ക് വേണ്ടിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഇതിലെ കാറ്റടിച്ച് വീശും പോലെ സദഖകൾ നൽകിയ ഒരു മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ എല്ലാവരും ഉദാരമായി നമ്മുടെ പള്ളിയിലെ പള്ളി പരിപാലന ഫണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ ഇബാദത്തുകളുടെയും പ്രതിഫലവും കാംക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ സദഖകൾ നൽകേണ്ടത്. സഹോദരങ്ങൾ, ഇവിടെ രാത്രി നമസ്കാരങ്ങൾ നടക്കാറുണ്ട്, ഫർദ് നമസ്കാരങ്ങൾ നടക്കാറുണ്ട്, ഖുർആൻ പാരായണങ്ങൾ നടക്കാറുണ്ട്, ക്ലാസുകൾ നടക്കാറുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ, ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് നമ്മുടെ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യുക. ആ സംഭാവനകൾ ഒരിക്കലും നമുക്ക് നഷ്ടമല്ല എന്ന് തിരിച്ചറിയുക. സംഭാവനകൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയതിന്റെ പേരിൽ സാമ്പത്തിക നഷ്ടം വന്ന ഒരാളും ലോകത്തുണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വർദ്ധിപ്പിച്ച് അല്ലാഹു നൽകുക തന്നെ ചെയ്യും, ഇല്ലേ? അതൊരിക്കലും കുറയുകയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഉദാരമായി സംഭാവന നൽകണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.
എല്ലാവിധ പ്രശ്നങ്ങളിൽ നിന്നും നമ്മുടെ നാടിനെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അള്ളാഹു അവർക്ക് നിർഭയത്വത്തെ അമ്നിനെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. തെറ്റുകൂടാതെ ശരിയായ രൂപത്തിൽ ശരിയായ അഖീദയിൽ ഇബാദത്തുകൾ നിർവഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.